ഫയർ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്യുവറസ്റ്റ് തിങ് ഇൻ ദ ഹോൾ വേൾഡ്. ഇത് നമ്മളൊരു മെഴുകുതിരിയിൽ കത്തിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് പ്രകാശം പരക്കും. ഇത് നമ്മളൊരു ദേവാലയത്തിൽ കത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തുതി പാടാൻ ഉപയോഗിക്കാം. പക്ഷേ അർഹതയില്ലാത്ത ദുഷ്ടശക്തികളുടെ കയ്യിൽ ഇത് കിട്ടിയാലോ എന്ത് സംഭവിക്കും? അടുത്ത കാലത്ത് റിലീസായ ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രം 3000 എത്രയോ കോടി മുടക്കി ബഡ്ജറ്റിലെടുത്തിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവൻ ആക്കിയ ഒരു വലിയ മൂവി പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ജെയിംസ് ക്യാമറോണിൻ്റെ അവതാർ 3rd എഡിഷൻ ഫയർ ആൻഡ് ആഷ്. പടത്തിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഇതൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് മൂവി റിവ്യൂ എന്നുള്ളതിനേക്കാൾ ഉപരി ഇറ്റ് റൺസ് ഡീപ്പ്. ഇറ്റ്സ് എ ബിറ്റ് ഡാർക്ക് ആൻഡ് ഇറ്റ്സ് ക്വയറ്റ് തോട്ട് പ്രൊവോക്കിംഗ്. പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് ആസ് യൂഷ്വൽ 2009 തൊട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം ഫ്രാഞ്ചൈസിയാണ് അവതാർ എന്ന് പറയുന്നത്. അതിലേക്ക് പോയേക്കുന്ന ഹാർഡ് വർക്കും അതിലേക്ക് പോയേക്കുന്ന ഡെഡിക്കേഷനും ടെക്നിക്കൽ ബ്രില്യൻസും എല്ലാത്തിനെ പറ്റി നമുക്കറിയാവുന്നതാണ്. പടത്തിനെപ്പറ്റി പലതരത്തിൽ മിക്സഡ് റിവ്യൂ ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പടം എന്തുകൊണ്ട് ഞാൻ സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും വേറെ ആരും ഇതിനെപ്പറ്റി സംസാരിച്ച് കാണത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്നി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവിത്രവും ശുദ്ധമായിട്ടുള്ള ഒരു വസ്തുവാണ്. അത് നമ്മൾ ഇരുട്ടത്ത് ഒരു മെഴുകുതിരിയിൽ കത്തിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനെ തുരത്തി ഓടിക്കുന്ന രീതിയിൽ അവിടെ പ്രകാശം ഉണ്ടാവും. നമ്മളൊരു ആരാധനാലയത്തിൽ പോയി കത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തുതിഗീതങ്ങളായിട്ട് നമുക്ക് പാടാൻ സഹായിക്കും. പക്ഷേ ഒരു ദുഷ്ടശക്തിയുടെ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം തന്നെ ചുട്ടി ചാമ്പലാക്കാനും പറ്റും. എന്തിന് ഞാനിതിവിടെ പറയണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അവതാർ കണ്ടപ്പോൾ റിവ്യൂ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയത് ചരിത്രവുമായിട്ട് ഒത്തിരി സാമ്യമുള്ള, ചരിത്രത്തിൻ്റെ ഏടുകളിൽ സംഭവിച്ചിട്ടുള്ള, ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ ബ്ലഡ് ബാത്തിൻ്റെയും ബ്ലഡ് ഷെഡിൻ്റെയും തുടർക്കഥ അത് ഒരു ബിഗ് സ്ക്രീനിൽ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതൊരു സ്പോയിലർ ഫ്രീ റിവ്യൂ അല്ല. ഇതൊരു ഫിലിം റിവ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റിവ്യൂ ആയിരിക്കില്ല. ഇതൊരു ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പോയിലർ ഫുള്ളായിട്ടുള്ള ഒരു മൂവി അനാലിസിസ് ആണ്. ആൻഡ് വാട്ട് വി ആർ അനലൈസിങ് ഈസ് ദ റിയാലിറ്റി ആൻഡ് ദ മൂവി. അവതാർ എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രിമൈസ് എല്ലാവർക്കും അറിയായിരിക്കും. 2009 നമ്മളെ വളരെയധികം ഞെട്ടിച്ച പടങ്ങളിലൊന്നായിരുന്നു. പക്ഷേ അത് വേൾഡ് ബിൽഡിംഗ് ആയിരുന്നു. അതിനുശേഷം വേ ഓഫ് ദ വാട്ടർ വന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഫയർ ആൻഡ് ആഷ്. ഓക്കെ, അവതാർ എന്ന് പറയുന്ന പടത്തിനകത്ത് ബേസിക്കലി നാവി പീപ്പിൾ, ഓക്കെ, നാവി പീപ്പിൾ, ദ പ്ലാനറ്റ് ഇൻഹാബിറ്റ് ഈസ് കോൾഡ് പാൻഡോറ. അവിടേക്ക് RDA എന്ന് പറയുന്ന ഹ്യൂമൻ കമ്പനി, അതിൻ്റെ കോളനൈസേഷനും മൈനിങ്ങുമായിട്ട് ഹ്യൂമൻസ് വരുന്നു. ഒരു തരത്തിലുള്ള ദയയും ദാക്ഷിണ്യവും കാരുണ്യവും ഇല്ലാതെ സ്വന്തം ഗ്രീഡിന് വേണ്ടി പാൻഡോറയിലെ നേറ്റീവ്സിനെ കൊന്നൊടുക്കിയിട്ട് അവർ അണൊപ്റ്റേനിയം എന്ന് പറയുന്ന വളരെയധികം വില കൂടിയ മെറ്റീരിയൽ ഖനനം ചെയ്യുന്നു, മൈൻ ചെയ്യുന്നു. ഓക്കെ, ഈ അണൊപ്റ്റേനിയം എന്ന് പറയുമ്പോഴത്തേക്ക് റൂം ടെമ്പറേച്ചറിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇതിൽ കംപ്ലീറ്റ് എനർജി ഇതിനെ റെവല്യൂഷനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനറലായത് കാരണം അവരത് പരമാവധി ഊറ്റിയെടുക്കാൻ നോക്കുന്നു. ഇതാണ് ബേസിക് പ്രൈമൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ വൈ ഐ വാസ് അട്രാക്റ്റഡ് ടു ഫയർ ആൻഡ് ആഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ടെക്നിക്കാലിറ്റിയും അതും ഇതുമെല്ലാം അതിനകത്തുണ്ട്. പക്ഷേ പണ്ടെങ്ങോ ഞാൻ കേട്ട് മറന്നൊരു ചരിത്രവും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും ജനസൈഡും ഒക്കെ ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടായെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇത് ഇങ്ങനത്തെ രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഫ്രം റിയൽ ടു റിയാലിറ്റി ടു ഹിസ്റ്ററി. ഓക്കെ, എന്തുകൊണ്ട് ചരിത്രം ഇപ്പോൾ പുലമ്പുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഓൾവേസ് ഫോർകാസ്റ്റ് അവർ ഫ്യൂച്ചർ ഫ്രം വാട്ട് ഹാപ്പൻഡ് ഇൻ അവർ പാസ്റ്റ്. സോ ദോസ് ഹു ഹാവ് വാച്ച്ഡ് അവതാർ ഫയർ ആൻഡ് ആഷ്, ദേ നോ ദാറ്റ് ദ ന്യൂ വില്ലനസ് വരാങ്ക്, ചാർലി ചാപ്ലിൻ്റെ കൊച്ചുമോൾ. ഓക്കെ, വരാങ്കിൻ്റെ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം വൈ ഷീ റിജക്ട്സ് എയ്വ എന്നുള്ളത്. അവൾ തന്നെ ഫയറിനെ ആരാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഐ ആം ഫയർ എന്നുള്ള രീതിയിലേക്ക് മാറി പ്രതികാരം, അതായത് ഒരു തരം നിസ്സഹായാവസ്ഥയിൽ നിന്നും ഉണ്ടായി വന്ന പ്രതികാരം അത് ഭയങ്കരമായിട്ട് റാഡിക്കലൈസ് ചെയ്യുകയും അവരുടെ പാത്തിൽ കൂടെ പോകുന്ന എല്ലാത്തിനെയും പിടിച്ചടക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൊരു ക്യാരക്ടർ വരാങ്ക്. അവളെ ഫോളോ ചെയ്യുന്ന, അവളെ ഒരു ഡിയറ്റി ആയിട്ട് കാണുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ. ഓക്കെ, അപ്പം നാവി പീപ്പിൾ, എർത്ത് കോളനൈസ് ചെയ്യാൻ വന്ന ആൾക്കാർ, ഒരു ചെറിയ മൈനോറിറ്റി എക്സ്ട്രീമിസ്റ്റ്. ഓക്കെ, ഞാൻ എങ്ങോട്ടാണ് പറഞ്ഞു പോകുന്നതെന്ന് ഒരുവിധം ജിയോ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. What if I say that Pandora was Afghanistan in the time of Cold War, and Navi people, obviously the Afghanistan natives, and
അണൊപ്റ്റീനിയം എന്ന് പറയുന്ന മിനറലിന് പകരം അവർ നോക്കിയിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പതനമായിരുന്നു. പിന്നെ RDA എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് അമേരിക്ക. ഓക്കെ, വാട്ട് ഇഫ് ദ മിലിറ്റൻസ് ഓർ ദ എക്സ്ട്രീമിസ്റ്റ്, ദ വരാങ്ക്, നമ്മൾ സിനിമയിൽ കണ്ടത് വരാങ്കിനെയാണെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡ് പൊളിറ്റിക്സിൽ വാട്ട് ഇഫ് ഇറ്റ് വാസ് താലിബാൻ? പഴയ അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1960s and 70s ഇറ്റ് വാസ് ആക്ച്വലി ക്ലോസ് ടു എ യൂറോപ്യൻ കൺട്രി. ഓക്കെ, അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു, മെയിൻലി വിമൻ എംപവർമെൻറ്റ്. അവിടെ വിശ്വാസം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വിശ്വാസം, അതിന് മൂല്യമുണ്ടായിരുന്നെങ്കിൽ പോലും കാര്യമായിട്ടുള്ള മൂല്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് കാണുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പോലെ അല്ലായിരുന്നു. 60% ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് വെയർ വിമൻ. ശരിക്കും പറഞ്ഞാൽ പണ്ട് എപ്പോഴോ ഞാൻ 1970s യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന അഫ്ഗാനി വിമൻ എന്ന് പറഞ്ഞ് എവിടെയോ കണ്ട ഒരു പിക്ചറുണ്ട്. ഞാൻ ഞെട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, സോ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. റിലീജിയസ് ബിലീഫിന് അത്ര മുഖവില കൊടുത്തിട്ടില്ലായിരുന്നു. വളരെ ഒരു ചെറിയ കൂട്ടം ആൾക്കാർക്ക് മാത്രം റിലീജിയസ് ബിലീഫ് ഒരു എക്സ്ട്രീം തോട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ഇതൊന്നും പണ്ട് കാലം തൊട്ട് വന്നതല്ല. അവിടുത്തെ ഭരണാധികാരികൾ, നവീന ചിന്താഗതിയുള്ള മോഡേൺ ഡേ ഭരണാധികാരികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായി വന്നത്. ഓക്കെ, കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് USSR എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ, വളരെ വലിയൊരു ശക്തി സ്രോതസ്സായിരുന്ന ഒരു രാജ്യം. അതിനെ തകർക്കാൻ വേണ്ടി അമേരിക്ക അന്നത്തെ കാലത്തെ അഫ്ഗാനിസ്ഥാനിലെ ഞാൻ ഈ പറഞ്ഞ പോലെ വരാങ്കിനെ പോലെ അല്ലെങ്കിൽ വരാങ്കിനെ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സ്മോൾ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിന് അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നു. പക്ഷേ അവിടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, ഈ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഗ്രീഡിന്, എന്തിനോടുള്ള ഗ്രീഡ്, പവറിനോടുള്ള ഗ്രീഡിന് ആ രാജ്യത്തെ ബലിയാടാക്കി അവിടുത്തെ വരാങ്കിനെ പോലെ എക്സ്ട്രീം തോട്ട് പ്രോസസ്സുള്ള, എക്സ്ട്രീം പോളിസീസുള്ള, എക്സ്ട്രീം ബിലീഫ്സുള്ള ആൾക്കാരെ റിജക്റ്റ് ചെയ്യുന്ന ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം എക്സ്ട്രീമിസ്റ്റിന് എന്ത് കൊടുക്കുന്നു? വെപ്പൺസ് കൊടുക്കുന്നു. സെയിം സാധനം തന്നെയാണ് അവതാരണത്തും കാണിക്കുന്നത്. പാൻഡോറ എന്ന് പറയുന്ന സ്ഥലത്ത് ഡിസ്റ്റബിലൈസ് ചെയ്യാൻ വേണ്ടി എന്നെ എടുക്കുന്നു, എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റിക്ക് പവർ കൊടുക്കുന്നു. എങ്ങനെ പവർ കൊടുക്കുന്നു? വെപ്പൺസ് കൊടുക്കുന്നു. സെയിം അവിടെ വരാങ്കായിരുന്നെങ്കിൽ ഇവിടെ താലിബാൻ. നൗ യു ആർ കണക്റ്റിംഗ് ദ ഡോട്ട്, റൈറ്റ്? വാട്ട് ഐ എം ട്രൈങ് ടു സേ. ചരിത്രത്തിൽ സംഭവിച്ചാണ്. ഓപ്പറേഷൻ സൈക്ലോൺ എന്ന പേരിൽ ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. സോ കംസ് ദ കോൾഡ് വാർ. ഓക്കെ, കോൾഡ് വാറിൽ സോവിയറ്റ് യൂണിയൻ ദേ മൂവ്സ് ടു അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ആൻഡ് ശരിക്കും പറഞ്ഞാൽ അവിടെ അമേരിക്കയ്ക്ക് ഇതൊരു ചെസ് മൂവ് ആയിരുന്നു. ലൈക്ക് ദേ വാണ്ട് ടു ഡീസ്റ്റബിലൈസ് ദ എൻറ്റയർ പ്ലാൻ ആൻഡ് എവറിത്തിങ്. ദേ വാണ്ട് ടു വിൻ ദ കോൾഡ് വാർ. ഓക്കെ, അവർ വളരെ കൊവേർട്ടായിട്ടുള്ളൊരു ഓപ്പറേഷൻ സീക്വൻസ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സൈക്ലോൺ. ഈ ഓപ്പറേഷനിലാണ് they started to make small flames, and later this flame became a wildfire that eventually destroyed Afghanistan. They poured billions and billions in order to equip the religious extremists, that is Mujahideens, in Afghanistan. They funneled this money through Pakistan, turning this small radical group, just like Varang in Avatar, okay, into holy warriors. അതായത് മതം എന്ന് പറയുന്നതിൻ്റെ ടാഗ് ലൈനിൽ അമേരിക്ക ചെയ്തത് അവിടുത്തെ മുജാഹിദീൻസിനെ വളരെ ഹെവിലി മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു ആംസ് ആൻഡ് അമ്യൂണിഷൻ ക്ലാനാക്കി മാറ്റി. എന്തിൻ്റെ പേരിൽ? ഹോളി വാർ എന്നുള്ള പേരിൽ. സോ ദിസ് ഫ്ലെയിം ഇറ്റ് ചേഞ്ച്ഡ് ഇൻടു എ വൈൽഡ് ഫയർ ആൻഡ് ദ ആഫ്റ്റർമാത്ത് വാസ്. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം അമേരിക്ക അവരുടെ മിലിറ്ററി കംപ്ലീറ്റ് അവിടുന്ന് റിട്രീവ് ചെയ്തതിന് ശേഷവും അവിടുത്തെ അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. വാർലോഡ്സ്, സിവിൽ വാർ, സ്ലോട്ടറിങ്, ജനസൈഡ്. ഒരു കാലത്ത് അറിവിനും വികസനത്തിനും തുല്യതയ്ക്കും എല്ലാം വേണ്ടി ജീവിച്ചിരുന്ന ആൾക്കാർ ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, സേഫ്റ്റി ഇല്ല, ആരുടെ വീട്ടിൽ എപ്പോഴാണ് ഷെല്ല് പതിക്കുന്നതെന്ന് അറിയത്തില്ല, സ്ലേവറി, ജനസൈഡ് എന്ന് വേണ്ട ഒരു രാജ്യം അധപ്പതിക്കാവുന്നതിൻ്റെ അത്രയും അധപ്പതിച്ചു. ഇതുതന്നെയാണ് അവതാർ ഫയർ ആൻഡ് ആഷിനകത്ത് കാണിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെ സ്വന്തം രാജ്യത്തിനെതിരെ തിരിച്ച് അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കി, നീതിക്കും ന്യായത്തിനും നേർമയ്ക്കും എതിരെ വിശ്വാസത്തിൻ്റെ പേരിൽ മുറവിളി കൂട്ടി, അത് പിന്നെ രക്തച്ചൊരിച്ചിലേക്ക് പോയി അവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കി. പിന്നെ അതിനെ കാത്തു രക്ഷിക്കാൻ വേണ്ടി രക്ഷകർ എന്ന നിലയ്ക്ക് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ വരുന്നു. അവർക്ക് വേണ്ടത് മൊത്തം അവിടെ നൂറ്റിയെടുത്തിട്ട് അവരവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവിടെയും കൊണ്ട് കഥ കഴിയുന്നില്ലല്ലോ. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇന്നും അരങ്ങേറുന്ന നാടകങ്ങളാണ്.
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ അധ്യാപകർക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭീഷണി. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടി കരോൾ സംഘത്തിന് നേരെ BJP പ്രവർത്തകന്റെ ആക്രമണം. കുട്ടികൾ മദ്യപിച്ചിരുന്നെന്ന് കള്ള ആരോപണം. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അനുവദിക്കില്ലെന്ന് RSS മാനേജ്മെന്റ്. തപാൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം വേണമെന്ന വിചിത്ര ആവശ്യവുമായി BMS. ഡൽഹിയിൽ സാന്താക്ലോസിന്റെ തൊപ്പിയണിഞ്ഞെത്തിയ സ്ത്രീകളെ ഇത്തരം ആഘോഷങ്ങൾ വീട്ടിലിരുന്ന് മതിയെന്ന് പറഞ്ഞാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത്. ഒഡീഷയിൽ ക്രിസ്മസ് തൊപ്പികളും നക്ഷത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന രാജസ്ഥാനി വഴിയോര കച്ചവടക്കാരെയാണ് പരിപാടി ഉടൻ നിർത്തണമെന്ന് സംഘപരിവാർ ഭീഷണിപ്പെടുത്തിയത്. പക്ഷേ വടക്കോട്ട് നോക്കി ഇനിയും ഈ ഇരിപ്പ് തുടർന്നാൽ വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത് സമാധാനമുള്ള സഹവർത്തിത്വമുള്ള ഈ അന്തരീക്ഷമായിരിക്കും. അപ്പോ മറക്കാതിരിക്കേണ്ടത്, കുറച്ച് കാണാതിരിക്കേണ്ടത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെയാണ്. 2024 ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും 84% വർദ്ധിച്ചത് എങ്ങനെയെന്ന സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സെക്യുലറിസത്തിന്റെ റിപ്പോർട്ട് ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്ത് ജനാധിപത്യ നായകൻ എന്ന് നമ്മൾ വാഴ്ത്തപ്പെടുന്ന വ്യക്തി ചർച്ചിൽ പോയിട്ട് കുർബാന കൊള്ളുകയും ആ വ്യക്തിയുടെ തന്നെ പൊളിറ്റിക്കൽ ഫോളോവേഴ്സ് ചർച്ചിൽ കയറിയിട്ട് ഹോളി മാസിൻ്റെ ഇടയ്ക്ക് ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഭാരതത്തിൽ ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതിനേക്കാളും കൂടി ഭാരതീയരല്ല, നമ്മുടെ വിശ്വാസത്തിനത് എതിരാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ വിട്ട് പോകണം എന്ന് പേടിപ്പിക്കുന്നു. ന്യൂസിൽ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, വഴിവക്കിൽ ക്രിസ്മസ് സാധനങ്ങൾ വിൽക്കുന്ന ആളെ അടിക്കുന്നു, കരോളിന് പോയ കുട്ടികളെ മദ്യപാനികൾ എന്ന് വിളിച്ച് 6ലും 7ലും പഠിക്കുന്ന പിള്ളേരെ മദ്യപാനികൾ എന്ന് വിളിച്ചിട്ട് മുദ്രകുത്തി അവരെ ഹരാസ് ചെയ്യുന്നു. മതത്തിൻ്റെ പേരിൽ ഒരു എക്സ്ട്രീം ബിലീഫുള്ള ആൾക്കാരെ അവർക്ക് അധികാരവും പദവിയും കൊടുത്തിട്ട് അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കി ആ ഒരു രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ട് ഇന്ന് അത് നരകതുല്യമാണ്. നമുക്ക് അത് വേണോ? ഫയർ ആൻഡ് ആഷ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത ഇത് തന്നെയാണ്. പടത്തിൻ്റെ റിവ്യൂ എന്നുള്ളതിനേക്കാളും കൂടുതൽ what happened in the history, all those bloodbath, all those genocide, they just took it and they made it into a film. ഇത് നമുക്കും സംഭവിക്കാം. നാളെ ഇതിനെപ്പറ്റിയും ചിത്രങ്ങളും പടങ്ങളും വരാം, കഥകൾ വാഴ്ത്തപ്പെടാം, അതിജീവനത്തെപ്പറ്റി സംസാരിക്കാം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന നരകയാതന നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. മതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മനുഷ്യൻ്റെ ജീവനെക്കാട്ടിലും വലുതാണെന്ന്. അതിൻ്റെ പേരിൽ കൊലയും എന്നുള്ളതും ന്യായീകരിക്കാൻ പറ്റുന്നതാണെന്നും തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് മല്ലു ഓൾട്രിഗോ സൈനിങ് ഓഫ്. ഫയർ ആൻഡ് ആഷ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണുക. കണ്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇതിലെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം ഒപ്പീനിയൻ, വിശ്വാസങ്ങൾ, ഇതെല്ലാം എല്ലാവർക്കും പറയാൻ സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളാണ്.